ഇത് കണ്ടാൽ ആരെങ്കിലും പറയോ ഇതിനകത്ത് തേങ്ങ ഇട്ടിട്ടില്ല എന്ന്? കണ്ടാൽ മാത്രമല്ല കേട്ടോ, കഴിച്ചാലും പറയില്ല. തള്ളി മറിക്കലൊന്നുമല്ല. ഒരു പ്രാവശ്യം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ നല്ലൊരു അടിപൊളി തേങ്ങാ ചട്നിയാണ് അരയ്ക്കുന്നത്, പക്ഷേ വിത്തൗട്ട് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മളൊരു 6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ മീഡിയം സൈസ് 2 സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് റഫായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഒരുപാട് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമുക്കൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് പൊരിക്കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പും. ഇത്രയും ചേർത്ത് ഒരു അല്പം വെള്ളം ചേർത്തിട്ട് നമുക്കിത് സാധാരണ ചട്നിയൊക്കെ അരച്ചെടുക്കുന്ന പോലെ അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മളുടെ തേങ്ങയില്ലാത്ത തേങ്ങാ ചട്നി ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ട് ആരെങ്കിലും പറയോ? പറയില്ല കേട്ടോ. നല്ല തേങ്ങാ ചട്നിൻ്റെ ടേസ്റ്റോട് കൂടിയിട്ടാണ് നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത്. കിടിലൻ ടേസ്റ്റാണ്. ഞാൻ വെറുതെ തള്ളിമറിക്കല്ല, നിങ്ങൾ അധികം ചിലവില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനൊരു താളിപ്പ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കടുകും അതുപോലെ ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചട്നിക്ക് ഒരു താളിപ്പായിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. ഇപ്പോഴാണെങ്കിൽ ഇവിടെ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ നല്ല വിലയായിരിക്കും. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ വീഡിയോ ഒക്കെ കണ്ടു, 500 രൂപയൊക്കെ ആയിട്ടുണ്ടെന്ന്, 470 ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തേങ്ങയ്ക്കും നല്ല വിലയായിരിക്കും അല്ലേ. അപ്പോൾ ഇത് തേങ്ങയില്ലാത്ത നല്ല കിടിലൻ തേങ്ങാ ചട്നി നമുക്ക് ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. തീർച്ചയായും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല മൊരിഞ്ഞ ദോശൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു.